ഇത് വെറും 50 മില്ലിയേ ഉള്ളൂ. ഈ 50 മില്ലി എന്ന് പറഞ്ഞാൽ 300 ലിറ്റർ വെള്ളത്തിലേക്കുള്ളതാണ്. 50 മില്ലി 300 ലിറ്റർ വെള്ളം. 1 ml 6 ലിറ്റർ വെള്ളത്തിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. കായ്കളുടെ വളർച്ച കണ്ടില്ലേ നമ്മൾ സസ്യാമൃത് അതിന്റെ വലുപ്പം അതിന്റെ ഷൈനിങ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. നല്ല വലുപ്പത്തിൽ ഇതെല്ലാം കൃഷിക്കാർക്ക് ഒരു സർവീസ് എന്നുള്ള ലെവലിൽ എല്ലാവരും നമ്മൾ ഒരു എന്താ പറയുക പ്രോഡക്റ്റിന്റെ MRP 25% ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ ക്രോപ്പിനും ഉപയോഗിക്കാം. മെയിൻ പച്ചക്കറികൾ, അതുമാതിരി മാവ്, മറ്റു കാര്യങ്ങൾ, ഫ്രൂട്ട് പ്ലാന്റ്സുകൾ, മറ്റു കാര്യങ്ങൾക്ക് അങ്ങനെ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ബാക്ടീരിയാസ് ചെടികളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നതിന് ഫോളിയോ സ്പ്രേ ഒക്കെ കൊടുക്കുന്ന സമയത്ത് മാക്സിമം രാവിലെ അല്ലെങ്കിൽ 9-10 മണിക്കുള്ളിൽ അല്ലെങ്കിൽ 11 മണിക്കുള്ളിലായിട്ട് മാക്സിമം സ്പ്രേ കൊടുക്കുക. കാലാവസ്ഥ വളരെ ഡിമ്മായിട്ടുള്ള കാലാവസ്ഥയാണെങ്കിൽ കുറച്ചുകൂടെ സമയം കൂടിയെടുത്താലും കുഴപ്പമൊന്നും. അതായത് നമ്മൾ ഈ വീഡിയോ മാക്സിമം ഷെയറും ചെയ്ത് ലൈക്ക് കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് 25 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ കൊടുക്കാൻ പറ്റും. ഇത് 300 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുന്ന. എൻ്റെ പേര് ബാബു. ഞാൻ പാലക്കാട് പെരുമാട്ടി പഞ്ചായത്തിലാണ് ഉള്ള കൃഷിക്കാരൻ. ഞാൻ ഏകദേശം ഒരു 15-20 വർഷത്തിനടുത്ത് കൃഷി മാത്രമാണ് എൻ്റെ തൊഴിൽ ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. അതിൽ നമ്മൾ സസ്യാമൃതം എന്ന് പറഞ്ഞിട്ട് കടൽപ്പായലിൽ നിന്നുണ്ടാക്കുന്ന ഒരു ഓർഗാനിക് മെനൂർ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ കുറേ വർഷം ഉപയോഗിച്ചു. അപ്പോൾ ഇത്രയും നല്ല റിസൾട്ടുള്ള സാധനം നമ്മുടെ കൃഷിക്കാർക്ക് വേണ്ടി കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട് കൃഷിക്കാർക്ക് വേണ്ടി പലർക്കും കൊടുത്തു. നല്ല റിസൾട്ടായി. അപ്പോൾ അതൊരു പ്രൊമോഷൻ എന്നുള്ള ലെവലിൽ പറ്റാവുന്ന മാക്സിമം കൃഷിക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ കുറേ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റിസൾട്ട് കൊടുത്തവർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ടായിട്ട് എന്നെ വന്ന് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ വളരെയധികം സന്തോഷം. അത് ഇതിലെനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്, ചേട്ടാ എനിക്ക് കുറച്ച് പ്രോഡക്ട്സ് അയച്ചു തന്നായിരുന്നു. സാമ്പിൾ അയച്ചു തന്നു. അപ്പോൾ കുറേ നാളായിട്ട് അനങ്ങാതെ നിന്ന മാവുണ്ട്. ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് ഒരു മുള പോലും വരാതെ നിന്ന കുറച്ച് മാവുണ്ടായിരുന്നു, റംബുട്ടാൻ ഉണ്ടായിരുന്നു. ഞാൻ അതിന് ഉപയോഗിച്ചപ്പോഴത്തേക്ക് കറക്റ്റ് അതിന്റെ റിസൾട്ട് എനിക്ക് ഒരു 15 ദിവസത്തിനകത്ത് കിട്ടി. അത് ഞാൻ ചേട്ടനെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് നമ്മൾ രണ്ടാമതൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് ചേട്ടനെ വിളിക്കുക ഇവിടെ വരികയും ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് ചെടികളിൽ പ്രവർത്തിക്കുന്നതെന്നൊന്ന് പറയാമോ ചേട്ടാ? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇടയിലൊരു കാര്യം ചിലപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞോന്ന് എനിക്ക് ഓർക്കുന്നില്ല. കാരണം ഇതുപോലെ ഒരാൾ മാവ് കുറേ വർഷമായിട്ട് പൂക്കാതെ നിൽക്കുമായിരുന്നു. അതായത് നമ്മുടെ സസ്യാമൃതം ഉപയോഗിച്ചപ്പോൾ ഉപയോഗിച്ച ആ വർഷം തന്നെ, അത് കഴിഞ്ഞ് ആ വർഷത്തിൽ തന്നെ ഏകദേശം ഒരു മാവ് തന്നെ 250ഓളം മാവ് കിട്ടിക്കൊണ്ട് വളരെ സന്തോഷം. 2-3 ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നുണ്ടായിരുന്നുള്ളൂ. ഇത് ഉപയോഗിച്ച ശേഷം ആ വർഷം 250 മാങ്ങ ഇന്ന് കിട്ടിയെന്നുണ്ട് വളരെ തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സും പലരും ഇതുപോലെ വാങ്ങിച്ചിട്ട് പോയി. അവരും ഉപയോഗിച്ച് നല്ല റിസൾട്ടാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം എന്താണ് ഇത് സീവീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൻപുറത്ത് ചീരയും മുരിങ്ങയും പോലുള്ളൊരു ടൈപ്പ് സാധനമാണ്. കടലിലുള്ള സർഗസം എന്നുള്ള ഒരു വെറൈറ്റിയിലുള്ള സീവീഡാണ്. അതിൽ ബ്രൗൺ ആൽഗയുണ്ട്, റെഡ് ആൽഗയുണ്ട്. അത് രണ്ടും ഇത് എന്ന് പറഞ്ഞാൽ ഹൈ ന്യൂട്രീഷനാണ്. ചെറിയ മുരിങ്ങയും പോലെ ഹൈ ന്യൂട്രീഷൻ ഉള്ളതാണ്. അത് ഇതിന് വളത്തിന് വേണ്ടി പ്രോസസ്സ് ചെയ്തിട്ട് എൻട്രി ചെയ്ത് ഫെർമെൻറ്റേഷൻ ചെയ്തിട്ട് വരുന്ന സാധനമാണിത്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓർഗാനിക്കാണ്, പ്യുവർ ഓർഗാനിക്കാണ്. കയ്യിലായാലും വായിലായാലും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കൊടുത്തു കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് നിങ്ങൾ ഉപയോഗിച്ചു 15 ദിവസം കൊണ്ട് റിസൾട്ട് അറിഞ്ഞു എന്ന് പറയും. അപ്പോൾ ഇതുപോലെ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഉപയോഗിച്ചു നല്ല റിസൾട്ട് വന്നു എന്നൊക്കെ പറയും. എനിക്കും പണ്ട് തന്നെ ഈ സാധനം കിട്ടിയ സമയത്ത് സാധാരണ കെമിക്കലിൻ്റെ അത്ര ഓർഗാനിക് റിസൾട്ട് ഉണ്ടാവുമെന്നായിരുന്നു എൻ്റെ ഭയങ്കര ഡൗട്ട്. അപ്പോൾ ഞാനത് ഉപയോഗിച്ചു, നല്ല റിസൾട്ട് കണ്ടു. ആദ്യം ചെറുതായിട്ട് ഉപയോഗിച്ച് നോക്കിയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോഴാണ് ഒന്നുകൂടെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ട് കാര്യങ്ങൾ നമ്മളത് ഉപയോഗിച്ച് തുടങ്ങി. നല്ല റിസൾട്ട് കണ്ടു. ഇപ്പോൾ നെല്ലിന്, പച്ചക്കറികൾ, അതുമാതിരി മാവ്, ഫലവൃക്ഷ തൈകൾ, തെങ്ങ് എല്ലാറ്റിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാറ്റിലും നല്ല റിസൾട്ടായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഇതിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെയുള്ള തെങ്ങുകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അറിയാൻ പറ്റും. അതിൻ്റെ വളവും മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ എന്താ പറയുക, ഈ നാട്ടിൻപുറത്തെ മുരിങ്ങയും ചീരയും പോലെ ഹൈ ന്യൂട്രീഷൻ വാല്യൂ ഉള്ള സാധനമാണ് ഈ സർഗസം എന്നുള്ള വെറൈറ്റിയിലുള്ള ബ്രൗൺ ആൽഗി, റെഡ് ആൽഗി. അത് ഫെർമെൻറ്റേഷൻ ചെയ്തിട്ട് വരുന്ന സാധനമാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് അപ്പം തന്നെ അതിൽ തന്നെ ഏകദേശം 85 ടൈപ്പുള്ള ന്യൂട്രീഷൻസും 16 ടൈപ്പുള്ള ബാക്ടീരിയാസ് ഉണ്ട്. ആറോബിക്കും അനാറോബിക് ബാക്ടീരിയാസ് ഉണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ ഹെവി ലോഡഡാണ്. ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയയും നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ ഉള്ളതാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കാണാനും പൂക്കൾ കൊഴിയുന്നത് കമ്മിയാവും. കായ നല്ല വലുപ്പവും മറ്റു കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇവിടുത്തെ തോട്ടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ചില വീഡിയോസൊക്കെ നമ്മളത് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ തമിഴ്നാട് പോയി
ഇത് എടുത്തുകൊണ്ട് വന്ന് ചെയ്തതാണെന്നുള്ളത് പറഞ്ഞ് ഇപ്പോൾ ഇത് തന്നെ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ എലവഞ്ചേരി പാലക്കാട് ജില്ലയിലുള്ള കൊല്ലംകോട് എലവഞ്ചേരി പനങ്ങാട്ട് സമിതി ഇതിലാണ് ഏകദേശം 200 ചില്ലാനും കൃഷിക്കാരുണ്ട് ഇതിനകത്ത് ഏകദേശം 16 കോടി രൂപയുടെ പച്ചക്കറിയാണ് ഇവിടുന്ന് കയറിപ്പോയിരിക്കുന്നത് എലവഞ്ചേരിയാണ് കേരളത്തിലെ ഏറ്റവും നല്ല VAPCന്റെ മറ്റേ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള എന്താ പറയുക സമിതിയാണ് ആ സമിതിയിലുള്ള ആളുടെ തന്നെയാണ് ഈ ഫാമും ഉള്ളത് അപ്പൊ അദ്ദേഹം വൈഫിന്റെ ഇത്തിരി സുഖമില്ല എന്നുകൊണ്ട് പോയിരിക്കണം കുറച്ച് കഴിയുമ്പോഴേക്ക് എത്തും ആള് അപ്പോൾ എന്താണ് അദ്ദേഹത്തിനും അതുപോലെ തന്നെയാണ് എന്താണ് ഏകദേശം കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ 3ഓളം പേര് 1 കോടി രൂപയിൽ കൂടുതൽ പച്ചക്കറികൾ വിറ്റിട്ടുള്ളതാണ് 50 ലക്ഷം രൂപയിൽ കൂടുതൽ 8 പേരോളം ഉണ്ട് അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ സമിതി നടന്നുകൊണ്ട് പോകുന്നതാണ് കാണുമ്പോൾ ആരും തമിഴ്നാടാണെന്ന് വിചാരിക്കുന്നത് കേരളത്തിൽ തന്നെയാണ് ആർക്ക് വേണമെങ്കിലും ഇവിടെ ഇപ്പോൾ ഒരുപാട് കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറ്റേ നമ്മുടെ കേരളത്തിലെ ഈ എലവഞ്ചേരി യൂണിവേഴ്സിറ്റി എലവഞ്ചേരി കൃഷി രീതി ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറേ സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ അവർ എന്തൊക്കെയാണ് വളങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളത് അവർക്ക് നമ്മളൊക്കെ അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാനും ട്രാൻസ്ലേറ്റർമാരുണ്ടായിരുന്നു അവർ കണ്ടപ്പോൾ തന്നെ വളരെ അതിശയിച്ചു കാരണം ഉപയോഗിക്കുന്ന രീതികളും അവിടുത്തെ മാനേജ്മെൻറ്റ് സിസ്റ്റവും മറ്റു കാര്യങ്ങളും കാണുമ്പോൾ തന്നെ അവർക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ സാധനം കയ്യിലായാലോ വായിലായാലോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് ചേട്ടൻ കുടിച്ച് കാണിക്കുകയുണ്ടായി അതായത് വിഷമല്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടായിട്ടുണ്ടായിരുന്നു അതായത് അത് ആർക്ക് വേണോ ഉപയോഗിക്കാം കയ്യിലായാലോ അങ്ങനെ ഒരു പ്രശ്നമല്ല ഇത് കെമിക്കലല്ല അതെ കെമിക്കലല്ല അതെ അപ്പോൾ അതുപോലെ തന്നെ ഇത് തന്നെ ഹൈ ക്വാളിറ്റിയുള്ള കുറച്ചുകൂടെ നമ്മുടെ കമ്പനിയുടെ R&D ടീം തന്നെ പുതിയ 1-2 വെറൈറ്റീസ് കൂടെ ഇറക്കിയിട്ടുണ്ട് ഓർഗാനിക്കിൽ തന്നെ ലിക്വിഡ് ബേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തേക്ക് 5 ml ആയിരുന്നു ഇതിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കുന്നത് 1/2 ലിറ്റർ 1 ലിറ്റർ അങ്ങനെ 5 ലിറ്റർ 10 ലിറ്റർ അങ്ങനെ പല ക്വാണ്ടിറ്റിയിലുണ്ട് ഇത് റേറ്റ് കുറച്ച് കുറവാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ O6 സമ്പൂർണ്ണ വീറ്റ പ്ലസ് എന്ന് പറഞ്ഞത് ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 1 ml മതിയാവും 1 ലിറ്റർ വെള്ളത്തിൽ 1 ml മതിയാവും ഇത് നല്ല ഗ്രോത്തും നല്ല രീതിയിൽ ചെടി നല്ല വളർച്ചയും നല്ല ആദ്യത്തെ 1 മാസം കൊടുക്കേണ്ടതാണിത് നല്ല വളർച്ചയും നല്ല ലീഫൊക്കെ നല്ല ഷൈനിങ്ങും നല്ല രീതിയിൽ വളർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയും ചെയ്യും അത് ആ സമയത്ത് സ്പ്രേ കൊടുക്കാനുള്ളതാണ് പിന്നെ ഏകദേശം വിളവെടുക്കേണ്ട ആ സമയമാകുമ്പോൾ കൊടുക്കേണ്ടതാണ് ഇത് വെറും 50 മില്ലിയേ ഉള്ളൂ ഈ 50 മില്ലി എന്ന് പറഞ്ഞാൽ 300 ലിറ്റർ വെള്ളത്തിലേക്കുള്ളതാണ് 50 മില്ലി 300 ലിറ്റർ വെള്ളം 1 ml 6 ലിറ്റർ വെള്ളത്തിലേക്കാണ് ആഡ് ചെയ്യേണ്ടത് 6 ലിറ്റർ ഏകദേശം എന്ന് പറഞ്ഞാൽ 300 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഈ 50 മില്ലി മിക്സ് ചെയ്യണം അപ്പോൾ ഇത് കമ്പനി അവിടെ നിന്ന് R&D ഡെവലപ്പ് ചെയ്തിട്ടുള്ള സാധനമാണ് അപ്പോൾ ഈ 5 മില്ലി സാമ്പിൾ തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്ക് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു ഈ 5 മില്ലി 30 ലിറ്റർ വെള്ളത്തിൽ എങ്ങനെ കലക്കുക എന്നുള്ളത് അതിനെന്ത് കാണുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പെട്ടെന്ന് തോന്നിയത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ അടിക്കണമെങ്കിൽ തന്നെ 5 മില്ലി വേണം ഈ 5 മില്ലി 30 ലിറ്റർ വെള്ളവും അല്ലെങ്കിൽ 50 മില്ലി 300 ലിറ്റർ വെള്ളത്തിൽ എങ്ങനെയാണ് റിസൾട്ട് ഉണ്ട് അപ്പോൾ ഇവിടെ സമിതിയിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് പ്രധാനപ്പെട്ട ഒരു 4-5 കൃഷിക്കാർക്ക് കൊടുത്തു അവർ കൊടുത്തു കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞ ഉടനെ പറഞ്ഞു ബാബു സംഭവം സൂപ്പർ നല്ല സാധനമാണ് എത്രയും പെട്ടെന്ന് ഈ സാധനം വീണ്ടും വരുത്തി തരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഏകദേശം 300ഓളം ബോട്ടിൽ ഇത് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊണ്ടുവന്ന് അത് കൊടുത്തു അതിപ്പോൾ ഏകദേശം പകുതി മുക്കാലോളം തീർന്നു കഴിഞ്ഞു അതിന് ഓഫ് സീസൺ സമയമാണ് അപ്പോൾ എല്ലാവരും കൊടുത്തു നല്ല റിസൾട്ട് ധാരാളം പൂവും കുറച്ചുകൂടെ ചെമ്പവോട്ടലും മറ്റേ ചെടിയുടെ വളർച്ചയും പുതിയ ഫ്ലവറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ധാരാളം വരാറുണ്ട് നല്ല റിസൾട്ടുള്ള സാധനമാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൽ ഫ്ലവർ നിൽക്കുന്നതിന് ഏകദേശം പകുതിയിൽ കൂടുതലായി ഇതിന്റെ വിളവെടുപ്പ് പിന്നെ പടവലം പാവല് ലാസ്റ്റ് സ്റ്റേജാണ് കഴിഞ്ഞു എന്നാൽ ഈ ഒരു വലിയോടുകൂടി കഴിഞ്ഞ് ഇനി പാവല് ഇത് മുഴുവനും കട്ട് ചെയ്ത് മാറ്റി വേറെ ചെടി വെക്കണം അങ്ങനെയാണ് ചെയ്യുന്നത് പടവലം ഏകദേശം 50% കൂടുതൽ വിളവായി കഴിഞ്ഞു അപ്പം അത് ഇപ്പം തന്നെ ഇത്രയും പോവാണ് ഇനിയും കുറച്ചുകൂടെ ഡ്യൂറേഷൻ ഇത് ഉപയോഗിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കാലാവധി കൂടുതൽ വിളവ് വരും സമയം കൂടുതൽ കിട്ടും പൂക്കളുടെ എണ്ണം കൂടും അതുപോലെ തന്നെ പൂക്കൾ എന്താണ് അത്ര പെട്ടെന്ന് കൊഴിയില്ല അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഇതിനകത്തുനിന്നുണ്ട് ചേട്ടാ ഈ കാണിച്ച ഇപ്പൊ ഈ ഒരു കുഞ്ഞു ബോട്ടിൽ നമ്മൾ കാണിച്ചല്ലോ അതെ ഇതിൽ ഏതൊക്കെ ചെടിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എല്ലാ ചെടികളും എല്ലാ ക്രോപ്പിനും ഉപയോഗിക്കാം മെയിൻ പച്ചക്കറികള് അതുമാതിരി മാവ് മറ്റു കാര്യങ്ങൾ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ മറ്റു കാര്യങ്ങൾക്ക് അങ്ങനെ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാൻ പറ്റും ഇത് 50 മില്ലി ആണെങ്കിൽ 1 ml സിറിഞ്ച് കൊണ്ട് എടുത്തിട്ട് 30 ലിറ്റർ അല്ല 6 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ കൃഷിക്കാർക്കെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി 50 മില്ലി 250 മില്ലി അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഈ മെനോർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഏകദേശം 85 ടൈപ്പിലുള്ള ന്യൂട്രീഷനും 16 ടൈപ്പുള്ള ബാക്ടീരിയാസും ഉണ്ടെന്നുള്ളത്
ഇപ്പോൾ ബാക്ടീരിയാസ് ചെടികളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നതിന് ഫോളിയോ സ്പ്രേ ഒക്കെ കൊടുക്കുന്ന സമയത്ത് മാക്സിമം രാവിലെ അല്ലെങ്കിൽ 9-10 മണിക്കുള്ളിൽ അല്ലെങ്കിൽ 11 മണിക്കുള്ളിലായിട്ട് മാക്സിമം സ്പ്രേ കൊടുക്കുക. കാലാവസ്ഥ വളരെ ഡിമ്മായിട്ടുള്ള കാലാവസ്ഥയാണെങ്കിൽ കുറച്ചുകൂടെ സമയം കൂടിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഫോട്ടോസിന്തറ്റിക് പ്രക്രിയ നടക്കുന്നത് രാവിലെയാണ്. കാരണം ചെടികളിലുള്ള ഹോൾസുകൾ മാക്സിമം ഓപ്പണായിട്ട് ഇത് നടക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ രാവിലെയാണ്, അല്ലെങ്കിൽ വൈകിട്ട് 4 മണിക്ക് ശേഷം. ആ സമയത്ത് സ്പ്രേ കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. മാക്സിമം എല്ലാവരും ചെയ്യേണ്ടത് അത് ആ ഒരു സമയത്താണ്. കൊടുക്കുന്ന സമയത്ത് ആ അതിനാണ് നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയം, മറ്റേ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയാസ് എല്ലാം ഇതിനകത്തുള്ളത്. നാനോ ടെക്നോളജി ഉപയോഗിച്ചാണ് ആ ചെറിയ 50 മില്ലി 300 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാനുള്ളത്. നാനോ ടെക്നോളജി ബേസിൽ ഇതെല്ലാം കൂടെ കോമ്പിനേഷനായിട്ട് നമ്മുടെ കമ്പനിയുടെ R&D ടീം തയ്യാറാക്കി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അതായത് ചെറിയ അത് ഉപയോഗിക്കാനും എളുപ്പം, ഒത്തിരി ഏക്കർ കണക്കിനുള്ളവർക്ക് ചെറിയ ബോട്ടിൽ ഉണ്ടെങ്കിൽ ചെറിയ ബോട്ടിൽ കൊണ്ട് തന്നെ കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ വളരെയധികം കുറവ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 50 മില്ലി 300 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 3 ഏക്കറയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിതിപ്പോൾ മറ്റേ 700 രൂപ വരുന്നുള്ളൂ. അപ്പോൾ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ 1 ഏക്കറയ്ക്ക് 200 രൂപ അല്ലെങ്കിൽ 200 ചില്ലാൻ രൂപയുടെ ചിലവേ വരുന്നുള്ളൂ. ഇത് എങ്ങനെയാണ് ഏട്ടാ ഉപയോഗിക്കേണ്ട ഡ്യൂറേഷൻ എങ്ങനെയാണ്? നമ്മൾ ഓരോ ക്രോപ്പിനും ഓരോന്നാണോ അങ്ങനെയാണ്? മറ്റേ സ്പ്രേ കൊടുക്കുന്ന എല്ലാം 15 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴെങ്കിലും കൊടുക്കണം. കാരണം നമ്മളിപ്പോൾ 3 നേരം ഫുഡ് കഴിക്കില്ലേ, ഓരോ സമയം ഉണ്ടല്ലോ നമുക്ക്. അതുപോലെ ചെടിക്കുള്ളതും മറ്റേ ഏതിനാണെങ്കിലും 15 ദിവസം 15 ദിവസം കൂടുമ്പോൾ സ്പ്രേ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ മറ്റേ പച്ചക്കറികളാണെങ്കിലും 15 ദിവസം കൂടുമ്പോൾ സ്പ്രേ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ പുതിയ പുതിയ പൂക്കൾ ധാരാളം വരും, പുതിയ ചെമ്പപൊട്ടലുകൾ വരും, പുതിയ കായ് വരും. ചെറിയ കായ് വലിയ കായലൊക്കെ തട്ടുന്ന സമയത്ത് കായ കുറച്ചുകൂടെ ബോൾഡാവുകയും ചെയ്യും, നല്ല വെയിറ്റ് കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ മറ്റേ ഈ സ്പ്രേ കൊടുക്കുന്നതിൽ നമുക്ക് വരാൻ പറ്റും. അതെ. സ്പ്രേ കൊടുക്കാതെ നമുക്കിപ്പോൾ ഡ്രിപ്പ് വഴിയും മറ്റേ ഡ്രിപ്പിലൂടെ കൊടുക്കുന്നത് താഴെയാണ്, മറ്റേ വേരിലൂടെ കൊടുക്കുന്നതാണ്. അത് നമ്മൾ ഈ ജെൽ ടൈപ്പാണ് ഇത് കൊടുക്കുന്നത്. ഇത് ജെൽ ടൈപ്പാണ്. ഇത് ജെൽ ടൈപ്പാണ്. ഈ ജെൽ ടൈപ്പ് നമ്മൾ വേരിലൂടെ ഡ്രിപ്പ് ജെൽ എന്ന് പറയും. അതിൽ തന്നെ മറ്റേ ഓർഡിനറി ജെല്ലുണ്ട്, ഡ്രിപ്പ് ജെല്ലുണ്ട്, അങ്ങനെ 1-2 വെറൈറ്റീസ് ഉണ്ട്. ഓർഡിനറി ജെല്ല് ഡ്രിപ്പ് ചെയ്യാനായിട്ടുള്ള ജെല്ല് വേറെയാണ്. അത് വേറെയാണ്. മറ്റേത് ഓർഡിനറി ജെല്ല് എന്ന് പറഞ്ഞാൽ കലക്കി ഒഴിച്ചു കൊടുക്കുക. ഡ്രിപ്പ് ഇല്ലാത്തവർക്ക് കലക്കി ഒഴിച്ചു കൊടുക്കാന്ന് മാത്രം. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നമ്മളെ ടെറസ് കൃഷി, വീട്ടിലെ ഹോം ഗാർഡൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, വീട്ടിൽ ചെറിയ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഏത് പ്രോഡക്റ്റ് ആയിരിക്കും ബെറ്റർ? അല്ല, അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡിനറി ജെല്ലുണ്ട്, ഡ്രിപ്പ് ജെല്ലാണെങ്കിൽ കലക്കി ഒഴിച്ചു കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഒഴിച്ചു കൊടുക്കുക. സ്പ്രേ ചെയ്യണത് ലിക്വിഡ് സ്പ്രേ കൊടുക്കുകയും ചെയ്യാം. സ്പ്രേ കൊടുക്കുക. ഡ്രിപ്പ് ജെല്ല് പറയുമ്പോൾ കുറച്ചുകൂടെ ഹൈ ഗ്രേഡ് ആണ്. മറ്റേ അതിനകത്ത് കുറച്ചുകൂടെ ന്യൂട്രീഷനും മറ്റു കാര്യങ്ങളും എക്സ്ട്രാ ഇത് ആഡ് ചെയ്തിട്ട് അത് മറ്റേ വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അതിനൊരു സെറ്റപ്പ് ചെയ്തിട്ടാണ് മറ്റേ ഡ്രിപ്പ് ജെല്ല് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അപ്പൊ അത് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഏലത്തിനും മറ്റുള്ളതിനൊക്കെ എന്ന് പറയുമ്പോൾ ഡ്രിപ്പ് ജെല്ല് അങ്ങനെയുള്ളത് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഹൈ ഗ്രേഡ്, നല്ല ഹൈ ക്വാളിറ്റി സാധനമായിരിക്കും വരുന്നത്. അതുമാതിരി ലിക്വിഡും അതുപോലെ തന്നെയാണ്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 വർഷത്തോളം കൂടുതൽ 3 വർഷത്തോളം എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാലും ഉപയോഗിക്കാം. ഗവൺമെന്റ് റൂള് പ്രകാരം മിനിമം ഒരു ടൈമിങ് അതിൽ വെക്കണം എന്നുള്ള ഡ്യൂറേഷൻ ടൈം വെക്കണം എന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ 3 വർഷം വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചില കൃഷിക്കാരെ കൊണ്ട് ഉപയോഗിക്കും, ചിലപ്പോൾ ഉപയോഗിക്കാതെ അവിടെ വെച്ചിട്ടുണ്ടാകും, മറന്നുപോയി, ബാബു കാലാവധി കഴിഞ്ഞു എന്ത് ചെയ്യും പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഉപയോഗിക്കേണ്ട അങ്ങോട്ട് തന്നേക്ക് പറയും. പുതിയ സാധനം കൊണ്ടുവയ്ക്കണം, പഴയ സാധനമായിരിക്കും ഞാൻ ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ റിസ്ക്. ഇതിനകത്ത് ബാക്ടീരിയ കൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ വളരെയധികം. ഇനി അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ പ്രൈസ് അറിയാനായിട്ടായിരിക്കും. എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്? പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ സാധാരണ ജെൽ ടൈപ്പ് ഉണ്ട്. ജെൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ 1 kg ഉണ്ട്, 5 kg ഉണ്ട്, 10 kg ഉണ്ട്. അതാണ് ഇപ്പോൾ സാധാരണ എല്ലാവർക്കും ജനറലായിട്ടും സാധാരണ വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യുന്നവർക്കും തന്നെ. പിന്നെ 50 കിലോൻ്റെ ഒക്കെ ഉണ്ട്. അത് വലിയ എസ്റ്റേറ്റും മറ്റു കാര്യങ്ങൾക്കുള്ളവർക്കൊക്കെയാണ് അത് വരുന്നത്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 kg ജെല്ല് വന്നിട്ട് 490 രൂപ MRP. 490 490. പിന്നെ മറ്റേ 5 kg വന്നിട്ട് മറ്റേ 2100 രൂപ വരുന്നുണ്ട്. 5 കിലോൻ്റെ ജെല്ല്. അതിൻ്റെ 10 കിലോ വന്നിട്ട് അതിൻ്റെ നേരെ ഡബിൾ 4200 രൂപ വരുന്നുണ്ട് MRP. അപ്പോൾ എന്ന് പറഞ്ഞാൽ കണക്ക് പ്രകാരം എന്തോ ഇപ്പോൾ 1 ഏക്കറയ്ക്ക് ഒരു തവണ കൊടുക്കാനാണെങ്കിൽ ഒരാഴ്ചയിൽ 2 കിലോ അല്ലെങ്കിൽ 2.5 കിലോയേ ആവശ്യമുള്ളൂ താഴെ കൊടുക്കാൻ. എന്താണ് അത് 10 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ താഴെ കൊടുക്കുക. മറ്റേ പച്ചക്കറികൾക്ക് ധാരാളമായിട്ട് കൊടുക്കാനാണ്. വീട്ടാവശ്യത്തിനൊക്കെ ആകുമ്പോൾ 100 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി താഴെ ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്ററോ 2 ലിറ്ററോ വെച്ചിട്ട് നമ്മൾ ഒരു ചെടിക്ക് 10 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അങ്ങനെയാണ് വരുന്നത്. പിന്നെ പിന്നെ ലിക്വിഡ് ടൈപ്പ് വരുന്നുണ്ട്. ലിക്വിഡ് ടൈപ്പ് 1/2 ലിറ്റർ വന്നിട്ട്
അര ലിറ്റർ വന്നിട്ട് 360 രൂപ വരുന്നുണ്ട്. 1 ലിറ്റർ വന്നിട്ട് 590 രൂപ വരുന്നുണ്ട്. 5 ലിറ്റർ വന്നിട്ട് മറ്റേ 2700 രൂപ വരുന്നുണ്ട് MRP പ്രൈസ്. ഈ കാണുന്ന അതെ ഇതിന്റെ അര ലിറ്റർ 1 ലിറ്റർ 5 ലിറ്റർ മറ്റേ 10 ലിറ്റർ അതിന്റെ നേരെ ഡബിൾ വരുന്നുണ്ട്. നമുക്ക് ഈ 5 ലിറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ എത്ര ഏക്കറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും? എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 ലിറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം മറ്റേ 5 to 10 ഏക്കർ വരെ യൂസ് ചെയ്യാം. 10 ഏക്കർ വരെ ഉപയോഗിക്കാൻ പറ്റും. 1000 ലിറ്ററിലേക്ക് മിക്സ് ചെയ്യാനുള്ളതാണ് 5 ലിറ്റർ. 5 ലിറ്റർ 1000 ലിറ്ററിലേക്ക് മിക്സ് ചെയ്യാനുള്ളതാണ് മറ്റേ സാധാരണയുള്ള എന്താ പറയുക ലിക്വിഡ്. അത് വീട്ടാവശ്യത്തിനും ബാക്കിയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാം. മറ്റത് ഉപയോഗിക്കാൻ പറ്റും എന്നുണ്ട്. പിന്നെ ഇതിന്റെ ഈ സമ്പൂർണ്ണ O6 സമ്പൂർണ്ണ വീറ്റ പ്ലസ് എന്ന് പറയുന്നത് അത് 1/2 ലിറ്റർ ഉണ്ട്, 1 ലിറ്റർ ഉണ്ട്. ഇപ്പോൾ 1 ലിറ്ററാണ് വന്നിരിക്കുന്നത്. 1 ലിറ്റർ വന്നിട്ട് 2850 വരുന്നുണ്ട്. അത് 1 ലിറ്റർ വെള്ളത്തിൽ 1 ml to 2 ml വരെ ഉപയോഗിക്കാം. 1 ml ഉപയോഗിച്ചാൽ മതിയാവും. അപ്പം തന്നെ 1 ലിറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 1000 ലിറ്ററിലേക്ക് മിക്സ് ചെയ്യാനുള്ളതുണ്ട്. അതെ, 1000 ലിറ്ററിൽ മിക്സ് ചെയ്യാനുള്ളതുണ്ട്. ഇത് വന്നിട്ട് ഇതിന്റെ MRP പ്രൈസ് വന്നിട്ട് 2850 വരുന്നുണ്ട്. പിന്നെ അടുത്തത് കുറച്ചുകൂടെ ഹൈ ഗ്രേഡ് നല്ല ഇതെന്ന് പറഞ്ഞാൽ ഇത് 50 മില്ലിയുടെയാണ് വരുന്നത്. 50 മില്ലിയുടെ വന്നിട്ട് 700 രൂപേൻ്റെ MRP. ഇത് വന്നിട്ട് 300 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്. 300 ലിറ്ററിലേക്കാണ് ഏകദേശം 3 ഏക്കറിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. 3 ഏക്കറിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ 50 മില്ലി മതിയാവും. 5 മില്ലി എന്ന് പറയുന്നത് 30 ലിറ്റർ വെള്ളത്തിന് 1 മില്ലി എടുത്തു കഴിഞ്ഞാൽ 6 ലിറ്റർ വെള്ളത്തിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ ഒരു സഹായം, എൻ്റെ ഒരു ഇതെല്ലാം കൃഷിക്കാർക്ക് ഒരു സർവീസ് എന്നുള്ള ലെവലിൽ എല്ലാവരും നമ്മൾ ഒരു എന്താ പറയുക പ്രോഡക്റ്റിൻ്റെ MRPയുടെ 25% ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പ്രൈസിൽ നിന്ന് 25% ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാ പ്രോഡക്റ്റും നമ്മൾ ആ ഒരു റേഷ്യോയിൽ നമ്മൾ കൃഷിക്കാർക്ക് കൊടുക്കാൻ പറ്റും. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കാനും പറ്റും. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കാം. ഒരു കാര്യം വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് ഇട്ടാലും മതി. ഒന്നും പറഞ്ഞില്ലെങ്കിലും ഈ പ്രോഡക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വാട്സപ്പിലൂടെ അയച്ചു തരും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വോയിസ് ആയിട്ട് അയക്കാം. കാരണം എനിക്ക് മറ്റേ കുറേ സമയങ്ങൾ പരിമിതിയുണ്ട്. പരിമിതി പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, എനിക്കും എൻ്റെ കൃഷി സ്ഥലവും നോക്കണം, എൻ്റെ കാര്യങ്ങളും നോക്കണം. അതോടൊപ്പം ഞങ്ങളുടെ കുറേ 200 ചില്ലാനും ഫാർമേഴ്സ് ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ അവരും പലപ്പോഴും പല കാര്യങ്ങൾക്കും അവിടെ ഇടയ്ക്ക് മീറ്റിങ്ങുകൾ ഉണ്ടാവും, ഫാർമേഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഇതിലെല്ലാറ്റിനും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലും കുറച്ച് സ്വല്പം തിരക്കുണ്ട്. എന്നിരുന്നാലും എല്ലാവർക്കും മറുപടി തരാൻ എനിക്ക് വാട്സപ്പ് ആവുന്ന സമയത്ത് എല്ലാവർക്കും അതിൻ്റെ വരും. ചിലപ്പോൾ ആ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസമാണെങ്കിലും അവർക്ക് എല്ലാവർക്കും അതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഇടും. വോയിസ് ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള മറുപടിയും കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും അത് ആ രീതിയിലൊന്ന് എൻ്റെ ആ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഉള്ളത് മനസ്സിലാക്കി എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ കോൾ ചെയ്യേണ്ട. ആ വാട്സപ്പിൽ തന്നെ എൻ്റെ പേഴ്സണൽ നമ്പർ കൂടെ ഞാൻ അയക്കുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം കൂടുതൽ എൻ്റെ അടുത്ത് കിട്ടാത്ത മറുപടിക്കാണെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിൽ വിളിച്ചാലും മതിയോ. പിന്നെ മെയിനായിട്ട് ഏലം കൃഷിക്കാർ കുറേ പേര് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പ്രോഡക്റ്റ് ഏലം കൃഷിക്കാർക്ക് അവരെത്തിയിട്ടില്ല. അപ്പോൾ ഈ മാസം വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ പച്ചക്കറികൾക്കാണ്. അപ്പോൾ ഏലത്തിനും കൊടുക്കുക ഹൈ റിസൾട്ടാണെന്ന് പറഞ്ഞിട്ട് കമ്പനിയിൽ നിന്ന് പറഞ്ഞു. അതിനുള്ള ആ ഒരു ടെക്നോളജി കൂടെ ചെയ്തിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഏലം കൃഷിക്കാർക്കും കൂടെ ഉപയോഗിക്കുക. ഡ്രിപ്പ് ജെല്ല് താഴെ കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എന്താ പറയുക സമ്പൂർണ്ണ O6 സമ്പൂർണ്ണ വീറ്റ പ്ലസ് അത് സ്പ്രേ കൊടുക്കുകയും ചെയ്യാം. മറ്റേ ഫ്ലവറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ചെറിയ ഗ്രേഡ് ഇത് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ല, വേറെ 50 മില്ലി മതി 300 ലിറ്റർ വെള്ളത്തിലേക്ക്. ഏലത്തിനൊക്കെ സൂപ്പർ റിസൾട്ട് ആയിരിക്കും. കാരണം ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കൃഷിക്കാർക്ക് ഇവിടെ കൊടുത്തു. ഇപ്പോൾ ചിലവരിപ്പോൾ അത് കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോയി 1-2 പേര് വിളിച്ചു പറഞ്ഞു ബാബു കുഴപ്പമില്ല എന്ന് കൊണ്ട് പറഞ്ഞു. അവർ വീണ്ടും സാധനം വേണമെന്ന് കൊണ്ട് പറഞ്ഞു ഏലം കൃഷിക്കാര്. റിസൾട്ട് കിട്ടി തുടങ്ങിയെന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് പേര് എന്താണ് ഏലം കൃഷിക്കാർക്കുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ നമുക്ക് തന്നെ അതുമാതിരി ഫാർമേഴ്സിന് നമുക്ക് ഡീലർഷിപ്പും മറ്റു കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഡീലർഷിപ്പിൻ്റെ കാര്യമുണ്ട്. അപ്പോൾ ഡീലർഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ കടക്കാർക്കൊന്നും അധികം മാക്സിമം കൊടുക്കില്ല. ഞങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കടക്കാർക്ക് കൊടുക്കേണ്ട ഫാർമേഴ്സ് ഗ്രൂപ്പ്, ഫാർമേഴ്സ് സൊസൈറ്റികൾക്ക് മാത്രമാണ് നമ്മൾ ഡീലർഷിപ്പ് പോലെ. കാരണം മാക്സിമം ഇതിൻ്റെ ബെനിഫിറ്റ് മാക്സിമം കൃഷിക്കാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കൊടുക്കുന്ന സാധനം നമ്മളെ സമിതിയിൽ വയ്ക്കും. സമിതിയിൽ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിൽ നിന്ന് വെറും 2% മാത്രമേ കൂടുതൽ വില വാങ്ങിച്ചിട്ട് നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്നുള്ളൂ കൃഷിക്കാർക്ക്. അല്ലാണ്ട് ഇതിന്ന് കൃഷിക്കാരുടെ അടുത്ത് ഒരാളുടെ അടുത്ത് MRP ഞങ്ങൾ വാങ്ങിക്കാറില്ല. ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ളവരും ഫാർമേഴ്സ് ഗ്രൂപ്പിലുള്ളവരും വെറും 2% അധികം റേറ്റ് വാങ്ങിച്ചിട്ടേ വരുള്ളൂ. കാരണം അതിൽ ഡിസ്കൗണ്ട് 25-30 ഡീലേഴ്സിന് മറ്റേ മാക്സിമം 25-30% താഴെ വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2% അധികം വാങ്ങിച്ചിട്ടാണ്
മറ്റേ കൊടുക്കുന്നുള്ളൂ. 2% അവിടുത്തെ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ അവിടെ കുട്ടികളുടെ സ്റ്റാഫിന്റെ സാലറി മാത്രം കണക്കൂട്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്ക് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. ഫാർമേഴ്സ് സൊസൈറ്റികൾക്ക് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. പുറത്ത് ഷോപ്പുകൾക്ക് നമുക്ക് കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് ഗുണം കിട്ടില്ല. ഇതിപ്പോ 700 രൂപ വിലയാണ്. ഈ 700 രൂപയും ആര് മറ്റേ കച്ചവടക്കാർ വാങ്ങിക്കും, ഫാർമേഴ്സിന് അതിന്റെ ബെനിഫിറ്റ് കിട്ടില്ല. അപ്പൊ സൊസൈറ്റി ആകുമ്പോൾ ഇതിന്ന് മറ്റേ 30% ഡിസ്കൗണ്ട് ചെയ്തിട്ട് മറ്റേ സൊസൈറ്റിക്ക് കൊടുക്കും. സൊസൈറ്റി വന്ന് അതിൽ ഒരു 2% മാത്രമേ അധികം മറ്റേ വാങ്ങിച്ചിട്ടാണ് കൃഷിക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു എത്രത്തോളം എമൗണ്ട് കുറഞ്ഞു കിട്ടും അങ്ങനെ വരുമ്പോൾ? വരുന്ന സമയത്ത് നല്ലൊരു ശതമാനം കുറയാം. നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു ഇതേ ഉള്ളൂ. ഇത് തെങ്ങിനൊക്കെ ഉപയോഗിക്കുന്നു പറഞ്ഞില്ല, തെങ്ങിനൊക്കെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ജെൽ ടൈപ്പ് ഉണ്ട്. അത് 100 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി താഴെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ ഹ്യൂമിക് ആസിഡ് ഉണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്. അതും എന്ന് പറഞ്ഞാൽ ഒരു തെങ്ങിനെന്ന് പറയുമ്പോൾ ഒരു 50 ഗ്രാമിൽ താഴെ വെള്ളത്തിൽ കലക്കി താഴെ ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യത്തെ ഒരു 2-3 മാസം കൊടുക്കുക. പിന്നെ 4 മാസം 5 മാസം കൂടുമ്പോൾ ഒരു തവണ കൊടുത്താലും മതിയാവും. ഹ്യൂമിക് തന്നെ. അപ്പൊ അതുപോലെ അമിനോ ആസിഡ്സ് അതും പച്ചക്കറികൾക്ക് എല്ലാത്തിനും അത് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റും. അതുണ്ട്. അതെന്ന് പറഞ്ഞാൽ അതെല്ലാം 1 kg പാക്കാണ്. ഇപ്പൊ ഞാൻ കമ്പനിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നവർക്ക് 100 ഗ്രാമിന്റെ അല്ലെങ്കിൽ 250 ഗ്രാമിന്റെ പാക്ക് ആക്കി തരണം എന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. മാനേജറുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും അടുത്ത മാസം അത് അലോട്ട് ചെയ്ത് തരാമെന്ന് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിലയും മറ്റു കാര്യങ്ങളൊക്കെ ആ സമയത്ത് പറയാൻ പറ്റും. നെൽകൃഷിക്ക് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ചേട്ടന്റെ റിസൾട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഉപയോഗിച്ച പാടവും ഉപയോഗിക്കാത്ത പാടവും നമ്മൾ കാണിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നെൽകൃഷിക്ക് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും നെൽകൃഷിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നെല്ലിന് നല്ല വെയിറ്റ് കിട്ടും, നല്ല വേരോട്ടം കിട്ടും, തണ്ട് നല്ല സ്ട്രോങ് ആയിരിക്കും, പെട്ടെന്നൊന്നും നെല്ല് ചരിയില്ല, ചരിഞ്ഞ് വീഴില്ല, പതിര് വളരെയധികം കുറവും. ഇപ്പം ആലപ്പുഴ ഭാഗത്തും മറ്റേ ഇവിടെ തൃശ്ശൂർ പലരും കോൾപ്പാടത്തിലുള്ളവർ തന്നെ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്ന് കൊണ്ട് നമ്മളോട് പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നല്ല റിസൾട്ടാണ്, നല്ല മറ്റേ നെല്ലിന് നല്ല വെയിറ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് പതിര് വളരെയധികം കുറഞ്ഞു കൊണ്ട് ആലപ്പുഴ ഭാഗത്തും മറ്റേ തൃശ്ശൂർ കോൾപ്പാടം ഭാഗത്തുള്ള ഒരുപാട് കൃഷിക്കാരെ നമ്മുടെ അടുത്ത് വിളിച്ചിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ തന്നെ പറഞ്ഞു ഈ സസ്യാമൃത വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മൾ വീഡിയോ കണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അവർ ഒത്തിരി നല്ല പോസിറ്റീവ് കമന്റ്, അതായത് ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് അത് റിസൾട്ട് ഇല്ലെങ്കിൽ ഒരാളും ഈ നെഗറ്റീവ് പറയുന്ന ഈ ലോകത്തിൽ ഒരിക്കലും ഒരു നല്ല കാര്യം പറയാൻ ആൾക്കാർ കുറവാണ്. അത് നമുക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് അത് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടിയെന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം. അത് കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു കാര്യം ഒരു സർവീസ് എന്നുള്ള ലെവലിലായിരുന്നു ആദ്യം ചെയ്തപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ അഭിപ്രായം കാണുമ്പോൾ നമുക്കും വളരെയധികം സന്തോഷം. പനങ്ങാട്ടി പാലക്കാട് കൊല്ലംകോട് പനങ്ങാട്ടി സമിതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട കർഷകനാണ് മറ്റേ പത്മനാഭേട്ടൻ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം നമ്മളുടെ സസ്യാമൃതം 1 കൊല്ലത്തിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ഡ്രിപ്പ് ജെല്ല് ലിക്വിഡൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ പ്രോഡക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ മറ്റേ O6 CMMA മറ്റേ പ്രീമിയം ലിക്വിഡ് ഇതും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഉപയോഗിച്ച് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ സമ്പൂർണ്ണ അതുപോലെയൊക്കെ ഉപയോഗിക്കേണ്ട പുതിയ പ്രോഡക്ട്സ് ഹൈഗ്രേഡ് ലിക്വിഡ്സൊക്കെ വന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും പപ്പാട്ടിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. പപ്പാട്ട് എങ്ങനെയുണ്ട് ഇത് ഉപയോഗിച്ചിട്ട്? നല്ല റിസൾട്ട് ഉണ്ട്, നല്ല ഗ്രോത്ത്, ചെടികൾക്ക് നല്ല ഗ്രോത്ത്, അതുപോലെ തന്നെ പൂവെടുക്കാനും കായ്കൾക്ക് നല്ല വലിപ്പം വരാനും ഒക്കെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ചെടിന്റെ നല്ല വളർച്ചയ്ക്ക് എന്തായാലും നന്നായിട്ട് കായ്കൾക്കും പൂ പിടിക്കാനൊക്കെ നന്നായിട്ട് റിസൾട്ട് ഉള്ളതാണ്. എത്ര വർഷം കൊണ്ട് ഇത് മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ സസ്യാമൃതം ഉപയോഗിക്കുന്നുണ്ട്? നമ്മളിപ്പോ ഒരു വർഷം മേലായി, 1 വർഷത്തിൽ കൂടുതലായി. ഇത് എങ്ങനെയാണ് ബാബുചേട്ടൻ വഴിയാണോ ഇതിനെക്കുറിച്ച്? അതെ ബാബുചേട്ടൻ വഴി തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ സമിതിയിൽ വന്നു. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു അപ്പോൾ കുറച്ച് കൃഷിക്കാർക്ക് ഫാർമേഴ്സിന് കുറച്ച് പേർക്ക് കൊടുക്കൂ, അവര് നല്ല ഗുണം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സമിതിയിൽ സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾ തന്നെ. അപ്പൊ അദ്ദേഹത്തിന് 3-4 പേർക്ക് സാമ്പിൾ കൊടുത്തു. അപ്പൊ ആദ്യമായിട്ട് പെട്ടെന്ന് റിസൾട്ട് പറഞ്ഞത് പത്മനാഭേട്ടനായിരുന്നു. ഇത് ഉപയോഗിച്ചു നല്ല റിസൾട്ട് ഉണ്ട്, എത്രയും പെട്ടെന്ന് സാധനം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ട് നമ്മൾ വരുത്തി. അതെ നന്നായിട്ട് റിസൾട്ട് ഉണ്ട്. ഇപ്പൊ കായ്കളുടെ വളർച്ച കണ്ടില്ലേ, നമ്മൾ സസ്യാമൃത് നല്ല വലുപ്പത്തില് നല്ല കായ്കള്. ഈ കായപിടുത്തം കൂടുന്നുണ്ടല്ലേ? കായപിടുത്തം ബൂസ്റ്റ് ചെയ്യാനുള്ള പിഞ്ചിന്റെ പിടുത്തമൊക്കെ നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. വില കുറച്ച് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. ഇതേത് നമുക്ക് വേറെ കമ്പനികളുടെ കുറച്ച് വില കൂടുതലാണ്. പ്രീമിയം ക്വാളിറ്റിയിൽ നമുക്ക് ഇത് മറ്റുള്ള ഇവിടെ നേരത്തെ ഹ്യൂമിക്കും സീവീഡൊക്കെ നമുക്ക്
500 രൂപ മുതലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് നമുക്ക് ഏകദേശം 400 രൂപ 300 രൂപ ആ റേഞ്ചിൽ ഐറ്റം നമ്മുടെ ഈ ഐറ്റം കിട്ടുന്നുണ്ട്. കൃഷിക്കാർക്ക് മാക്സിമം വില കുറവും ഗുണം കൂടുതലും അതാണ് നമ്മുടെ. അതെ അതെ. ഏകദേശം നമ്മൾ ഒരു ഏക്കറയിൽ ഇപ്പോൾ എത്ര ടൺ വരെ പ്രൊഡക്ഷൻ? നമുക്ക് 15 മുതൽ 20 ടൺ വരെ. 15 to 20 ഒരു ഏക്കറയിൽ. സെക്കൻഡ് സീസൺ ആയതുകൊണ്ട് ഫസ്റ്റ് സീസൺ ആണെങ്കിൽ കുറച്ചും കൂടി കൂടും, 25 ടൺ വരെ. ഇതിപ്പോ ലാസ്റ്റ് ടൈമാണ്, സെക്കൻഡ് ഈ ടൈമാണ് ശരിയായിട്ടുള്ള മറ്റേ സീസൺ സ്റ്റാർട്ട് 15, 20, 25. ഈൽഡ് കുറവ് വരുമ്പോ 10, പിന്നെ ഒരു മീഡിയം കിട്ടുമ്പോ 15, 20, 25, 30 വരെ പോയ സമയങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ തെങ്ങുകള് ഈ മറ്റേ ഇത് ഈ പച്ചക്കറി ചെയ്യുന്നതിന് മുമ്പ് ഭയങ്കര മോശമായിരുന്നില്ല? അതെ അതെ, നല്ലോണം വിളവ് കുറവായിരുന്നു. പച്ചക്കറിക്ക് ഉപയോഗിക്കുന്നത് എന്തായാലും തെങ്ങ് വലിച്ചെടുക്കുമല്ലോ. അപ്പൊ ഈ സസ്യാമൃതാണെങ്കിലും ശരി മറ്റുള്ള എല്ലാ സാധനങ്ങളും വളങ്ങളും വലിച്ചെടുത്തപ്പോ നല്ല കായ്ഫലങ്ങൾ കിട്ടാൻ തുടങ്ങി. തെങ്ങുകൾക്ക് കായ്ഫലം കിട്ടി. ഇല്ല, പച്ചക്കറിക്ക് കൊടുക്കണ വളം തെങ്ങ് വലിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ പേരെന്തായാലും അങ്ങോട്ട് പോകാതിരിക്കില്ലല്ലോ. എൻ്റെ പേര് KN ശിവദാസ് എന്നാണ്. ദാസ് എന്ന് വിളിക്കും. ഞാൻ ഒരു 98 തൊട്ട് കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി അന്ന് തൊട്ട് പച്ചക്കറി എന്ന് പറഞ്ഞ ഒരു 98 തൊട്ട് BFCക്കാണ് ഇതിൽ. 88 തൊട്ട് നമ്മൾ പച്ചക്കറി ഫീൽഡിൽ ഇറങ്ങിയാണ്. അന്ന് പയർ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 88 BFCക്ക് വന്നത്. BFCക്ക് വന്നതിന് ശേഷം ഞങ്ങൾ ഒരു മാർക്കറ്റ് തുടങ്ങി. ആ മാർക്കറ്റിൽ നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിച്ചു കൊണ്ടുവന്നിട്ടൊക്കെയാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അങ്ങനെ ഒരു കച്ചവടം പിടിച്ച് ഇപ്പോൾ മാർക്കറ്റിൽ ഒരു 16 കോടിയോളം, ഇപ്പോൾ 18 കോടിയോളം ഇപ്പോൾ ആയിട്ടുണ്ട്. പിന്നെ ഈ വർഷം തൊട്ട് ഈ പുള്ളിക്കാരൻ്റെ സസ്യാമൃതം എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതിപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നല്ല ഈൽഡ്. ഒരു വർഷം ആവണം അല്ലേ? ഒരു വർഷം ആവണം. നല്ല റിസൾട്ടാണ്. ഇപ്പോൾ മറ്റുള്ള ഇതിനേക്കാളും കുറച്ചും കൂടി റിസൾട്ട് കൂടുതൽ കണ്ടതുകൊണ്ടാണ് ഇവരുടെ സാധനം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പാവൽ കൃഷി ചെയ്യുന്നത്. ഇത് നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് മരുന്ന് വിട്ട്, പിന്നെ ട്രിപ്പിൽ വിടും. ട്രിപ്പ് വഴിയും വിടും. വിളം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഷൈനിങ് ഉണ്ട് സാധനത്തിന്, നല്ല ക്വാളിറ്റി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ തലയെടുക്കുന്നുണ്ട്, നല്ല പച്ചപ്പ് കാണുന്നുണ്ട്, കായപിടുത്തത്തിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇത് മായ ഹൈബ്രിഡ്. പിന്നെ പ്രീതി എന്ന് പറഞ്ഞൊരു ഇനവും കൂടിയുണ്ട്. അത് നാടൻ. അതും ഇതുമായിട്ട് വിലയിൽ ചെറിയൊരു വ്യത്യാസം വരും. എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപയുടെ ഇത് എന്തായാലും വിലയിൽ വ്യത്യാസം വരും കിലോയ്ക്ക്. നാടനാണ് വില കൂടുതൽ, പക്ഷേ എടുക്കുന്നത് കുറവാണ്. എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്കാർ കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഒരുപാട് ചെയ്താൽ പോവില്ല. മായ ഇഷ്ടം പോലെ എങ്ങനെയാണെങ്കിലും കയറിപ്പോവും. എന്ന് പറഞ്ഞാൽ പ്രീതിയെ പോലെ അത്രയും അതിനേക്കാൾ കൂടുതൽ ഈൽഡ് ഇത് നിൽക്കും. നമ്മൾ കൊണ്ടുവന്ന് കടകളിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ദിവസം കൂടി കൂടുതലിരിക്കും. പ്രീതി പെട്ടെന്ന് പോകും. നാടൻ അത്ര ഇരിക്കില്ല. പക്ഷെ നാടൻ വേണ്ട ആൾക്കാർ കുറേയുണ്ട്. ചെങ്ങന്നൂർ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ കുറച്ച് സ്ഥലങ്ങളിൽ നാടൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ നാടന് കുറേശ്ശെ അവരുടെ കച്ചവടക്കാർക്ക് എന്താണ് ആവശ്യം അതാണ് ഞങ്ങൾ കൃഷി ചെയ്യണത്. അതേപോലെ പടവലം, പാവൽ, കുമ്പളം, മത്തൻ, വെള്ളിരി, അതേപോലെ തന്നെ പപ്പായി, മറ്റേ റാഗൻ പൂട്ട് ചെയ്യുന്നുണ്ട്, റംബൂട്ടാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട്. സന്തോഷമാണ്. കഴിയാറായി. ഇനി ഒരു 1-2 ട്രിപ്പും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിയും. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വള്ളിയെല്ലാം മാറ്റി രണ്ടാമത് നമ്മളിതിൻ്റെ ചാല് കയറി അതിൽ കോഴിക്കാട്ടം, ആട്ടുംകാട്ടം, ചാണകം, എല്ലുപൊടി, അതേപോലെ തന്നെ വേപ്പും പിണ്ണാക്ക് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചേർത്തതിന് ശേഷം ട്രിപ്പ് വലിച്ചിട്ട് ഇത് മൂടിക്കഴിഞ്ഞാൽ ഒരു ഏപ്രിൽ ആദ്യക്ക് തന്നെ കുത്താൻ തുടങ്ങും. കോടെടുത്ത് വിത്തിട്ട് കഴിഞ്ഞാൽ ഒരു മെയ് മാസം ആകുമ്പോഴേക്കും ഇത് വരും. വന്ന് ഇത് കുത്തിക്കഴിഞ്ഞാൽ ഒരു 2-4 പ്രായം എത്തുമ്പോൾ തുടങ്ങി ഇവരുടെ മരുന്നിനെ നമ്മൾ സസ്യാമൃതം അടിച്ചു കൊടുക്കും. അത് തന്നെ ഒരു ചെറിയ ഇത്രയും ഒരു നട്ടൊരു 15 ദിവസം കഴിയുമ്പോൾ തുടങ്ങി ഒരു 15 പൊക്കം
15 ദിവസം കൂടുമ്പോൾ നമ്മളിത് അടിച്ച് തളിച്ച് കൊടുക്കും. ഇതിന് വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു അളവിൽ നമുക്ക് ഒത്തിരി ഏക്കർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ച് ലാഭമാണ്. ആ ലാഭം വെച്ചാണ് ഇത് കണക്കാക്കിയിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. എല്ലാ പ്രോഡക്റ്റും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇത്രയും കൊല്ലം. ഇപ്പോൾ വന്നപ്പോൾ ഈ പ്രോഡക്റ്റ് ഇനി എത്ര നാൾ നിൽക്കും നമുക്കറിയില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ മുന്നേ കുറച്ച് പുള്ളിക്കാരൻ ഒരാളുടെ ഇതിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം സമിതിയിൽ ഇറക്കിയിട്ടുണ്ട്. ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഗീവ് അവേ കുറെ പേർക്ക് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, 25 പേർക്ക് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ ലിസ്റ്റും ഡീറ്റെയിൽസ് ഇപ്പൊ ചാനൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് തന്നെ അത് പാക്ക് ചെയ്തിട്ട് മാക്സിമം 2 ദിവസത്തിനുള്ളിൽ അയച്ചു കൊടുക്കാം. നമ്മൾ അന്ന് പറഞ്ഞത് 1/2 ലിറ്റർ നമ്മൾ സസ്യാമൃതം ഗ്രാനുവൽസ് ആണ് പറഞ്ഞത്. ഗ്രാനുവൽ അത് ഒരു 25 പേർക്ക് അന്ന് കൊടുക്കുക. സെലക്ട് ചെയ്യുന്ന 25 പേര്. ആ 25 പേരെ ലിസ്റ്റ് ഞാൻ ചേട്ടന് തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് 25 പേർക്ക് നമുക്ക് അയച്ചു കൊടുക്കാം. അവരുടെ ലിസ്റ്റ് നമ്മൾ എന്തായാലും ഈ വീഡിയോയുടെ അവസാനമോ കമ്മ്യൂണിറ്റി ടാബിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മളെ ഫേസ്ബുക്ക് പേജിൽ ആഡ് ചെയ്യാം. അപ്പോൾ അവര് വീട്ടിൽ വെയിറ്റ് ചെയ്തോളൂ. അവരെ നമ്മൾ കോൺടാക്ട് ചെയ്യും. തീർച്ചയായിട്ടും അവർക്ക് നമുക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യാണ്. ഇതിന് ഒരു ഗീവ് അവേ കൊടുക്കണമല്ലോ. നമുക്ക് എന്ത് കൊടുക്കാം ചേട്ടാ? ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പോ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു പുതിയ പ്രോഡക്റ്റ് തന്നെ കൊടുക്കാം. ഏകദേശം ഇതിപ്പോ എന്ന് പറഞ്ഞാൽ 50 മില്ലിയുടെ ഇത് തന്നെ ഏകദേശം 700 രൂപ വിലയുള്ള സാധനമാണ്. അപ്പൊ നമ്മളൊരു 25 പേർക്ക് മറ്റേത് കൊടുക്കാൻ കൊടുക്കാം. എന്തായാലും എന്ന് പറഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക. മാക്സിമം ഇതിന്റെ കുറിച്ചുള്ള ഒരു കമന്റ്സും കൂടെ ഇട്ട് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽ എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു 25 പേർക്ക് ഇത് അയച്ചു കൊടുക്കാം. നമ്മളിപ്പോ ചെയ്യുന്നത് പോലെ തന്നെ 25 പേർക്ക് നമുക്ക് അയച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഈ വീഡിയോ മാക്സിമം ഷെയറും ചെയ്ത് ലൈക്ക് കമന്റ് ചെയ്യുന്നവരിൽ നിന്ന് 25 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ കൊടുക്കാൻ പറ്റും. ഇത് 300 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുന്ന അതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതെ.